2 കരം വീശി ഹല്ലേലൂയ. ആ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് ഒന്നും കൂടി ഷെയ്ക്കിൻ്റെ കൊടുത്തിട്ട് തക്ക സമയത്ത് എൻ്റെ കാര്യത്തിൽ കർത്താവ് ഇടപെടുമെന്ന് പറഞ്ഞേ. തക്ക സമയത്ത് എൻ്റെ കാര്യത്തിൽ കർത്താവ് ഇടപെടും. ഒരു സിസ്റ്ററിനെ, എൻ്റെ കൂടെയുള്ള ഒരു സിസ്റ്ററിൻ്റെ സാക്ഷി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. തക്ക സമയത്ത് കർത്താവിൻ്റെ ഇടപെടൽ. സിസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ അനു മരിയ. സിസ്റ്ററിനെ കർത്താവ് തൊട്ട കാര്യം ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഉള്ളവരൊന്ന് വലതുകരമിട്ട് സിസ്റ്ററിനൊന്ന് പ്രാർത്ഥിച്ചേ. മാതാവിനോടൊന്ന് സിസ്റ്റർ വേണ്ടി പ്രാർത്ഥിച്ചേ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. സിസ്റ്റർ സമർപ്പിച്ച ഹല്ലേലൂയ ആരാധന കർത്താവേ. സ്വരം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ആരാധന കർത്താവേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ആരാധന ആരാധന. സിസ്റ്ററിൻ്റെ അതിൽ മൈക്ക് കൊടുക്കുക. സിസ്റ്ററിൻ്റെ അനുഭവം സിസ്റ്റർ ഈ ദിവസങ്ങളിൽ കർത്താവ് തൊട്ട കാര്യം സിസ്റ്റർ പറയും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. എസെക്കിയേൽ 36 അധ്യായം 27 തിരുവചനത്തിൻ്റെ കൃപയാൽ ഞാൻ എനിക്ക് കിട്ടിയൊരു സൗഖ്യ അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. ഒരു 3 മാസത്തോളം എൻ്റെ കാലിൽ ഒരു പുല്ലിൻ്റെ അലർജി ആയിട്ടാണ് തുടങ്ങിയത്. കാലിൻ്റെ മുട്ടിന് താഴെയായിട്ട് ചൊറിഞ്ഞ് പൊട്ടി പഴുത്ത് ചില ചോരയും കൂടി ഒലിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. 2-3 ഡോക്ടർമാരെയൊക്കെ ഇങ്ങനെ മാറി മാറി കണ്ട് പല പ്രാവശ്യവും ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി കഴിച്ചു. മരുന്ന് കഴിക്കും തോറും കൂടണതല്ലാതെ കാലിൻ്റെ ഇത് കുറയണില്ല. എല്ലാ ദിവസവും ഇതുപോലെ ഇങ്ങനെ മാന്തി പൊട്ടി ചെലവും ചോരയും കൂടി ഒഴുകും. രാത്രി ദിവസങ്ങളിൽ ഒട്ടും ഉറക്കം വരില്ല. ഈ കാലിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. ഉറങ്ങാൻ പോലും പറ്റാണ്ട് ഞാൻ പകലൊക്കെ ആവുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. രാത്രി ഒരു തരി പോലും ഉറങ്ങാൻ പറ്റാത്ത കാരണം എനിക്ക് പകലൊന്നും ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് നടക്കാനോ ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരു അവസരം കിട്ടി. അങ്ങനെ ഞാൻ പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് കുമ്പസാരിക്കാനുള്ള ഒരു അവസരം വന്നു. കുമ്പസാരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി എല്ലാ പ്രാവശ്യവും കുമ്പസാരിക്കുന്നത് പോലെ കുറച്ച് പാപങ്ങളൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് അങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോൾ കുമ്പസാരത്തിനുള്ള ഒരുക്കമൊക്കെ കഴിഞ്ഞ് ആരാധനയുടെ സമയത്ത് ഞാൻ ബൈബിളുമായി ആരാധനയിൽ ഇരിക്കുന്ന സമയത്ത് ചാപ്പലിൽ പള്ളിയിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും എൻ്റെ ഈശോയും. ഞാൻ ബൈബിൾ എടുത്ത് എൻ്റെ മടിയിൽ വെച്ച് ഞാൻ അങ്ങനെ ഇരുന്ന് പരിശുദ്ധാത്മാവേ എന്നിലും എൻ്റെ കുടുംബത്തിലും വന്ന് നിറയണമേ എന്ന് ഞാൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയുടെ നീല കാപ്പയിൽ എന്നെ പൊതിഞ്ഞു പിടിച്ച് എന്നെ സംരക്ഷിക്കണമേ, നല്ലൊരു കുമ്പസാരം നടത്താനായിട്ട് എന്നെ ഒരുക്കണമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ അങ്ങനെ ബൈബിളും പിടിച്ച് അങ്ങനെ ഇരുന്നു. ആ ഇരിക്കുന്ന സമയത്ത് എന്നോട് ആരോ ഇങ്ങനെ പറയുന്നത് പോലെ എനിക്ക് തോന്നി ഒരു പേപ്പറും പേനയും എടുക്കാൻ. അപ്പം ഞാനിങ്ങനെ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി, ആരാ എന്നോടത് പറയണേന്ന്. ഞാനവിടെ ആരെയും കണ്ടില്ല. എങ്കിലും ഞാനൊരു പേപ്പറും പേനയൊക്കെ എടുത്ത് അവിടെ ഇരുന്നു. ഈശോയും അമ്മയും കൂടി എന്നെ നല്ലൊരു കുമ്പസാരത്തിനായിട്ട് ഒരുക്കി. ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ച ഒരു ചെറിയൊരു നിസ്സാര കാര്യങ്ങൾ പോലും പാപമാണെന്നും തെറ്റാണെന്നുമുള്ള ആ ഒരു വലിയൊരു ബോധ്യം എനിക്ക് നൽകി. ഞാൻ പേപ്പറിൽ ഞാനല്ല എഴുതണേ, എൻ്റെ പേന എൻ്റെ കയ്യിലുണ്ട്. പേപ്പറിൽ ഇങ്ങനെ എഴുതി 1 പേജ് കഴിഞ്ഞു, 2 പേജ് കഴിഞ്ഞു, 3 പേജ് കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ചോദ്യം അങ്ങോട്ട് ഉയർന്നു, ദൈവമേ ഇത്രമാത്രം പാപങ്ങളോ? ഞാൻ മനസ്സുകളിൽ ചിന്തിച്ചത് പോലും തെറ്റാണെന്ന് എൻ്റെ ഈശോ എനിക്ക് മനസ്സിലാക്കി തന്ന ആ ഒരു വലിയ നിമിഷമായിരുന്നു ആ നിമിഷം. അത് കഴിഞ്ഞ് എന്നോട് ആരോ പെട്ടെന്ന് പറയുന്നത് പോലെ, ഇനി നീ പേനയൊക്കെ അടച്ചെടുത്ത് വെച്ചോ. അപ്പം ഞാൻ ഒന്ന് ആശ്വസിച്ചു. ആ നിമിഷം എൻ്റെ മനസ്സിലെയും ഹൃദയത്തിലെയും വലിയൊരു ഭാരം ഇറങ്ങിപ്പോയി പോലെ എനിക്ക് ഫീൽ ചെയ്തു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതിനുശേഷം കുമ്പസാരിക്കാൻ ഒരു അവസരം കിട്ടി. അങ്ങനെ കുമ്പസാരിച്ചു, നല്ലൊരു കുമ്പസാരം നടത്തി. കുമ്പസാരം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ ഭയങ്കര ഫ്രീ ആയൊരു അനുഭവം എനിക്ക് ഫീൽ ചെയ്തു. അതിനുശേഷം ആരാധനയായിരുന്നു. ആരാധനയിൽ ചെന്നിരുന്നു. ആരാധനയുടെ സമയത്ത് എല്ലാവരും ഇരിക്കുകയായിരുന്നു.
ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കാല് രണ്ടും നീട്ടിപ്പിടിച്ചിട്ട് കാലങ്ങോട്ട് ചൊറിയാൻ തുടങ്ങി. ഭയങ്കര ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. ചൊറിഞ്ഞ് എനിക്കറിയില്ല, 2 കൈയും വെച്ച് 2 കാലും ഞാൻ മാന്തി പൊട്ടിച്ച് ചോരയുടെ അഭിഷേകമായിരുന്നു. എൻ്റെ ഉടുപ്പ് നിറച്ച് ചോരയിൽ കുതിർന്നു. അതിനുശേഷം ആ ആരാധന കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു ഭയങ്കര ഒരു മാറ്റം. ഞാൻ വേഗം എൻ്റെ ഉടുപ്പൊന്ന് പൊക്കിയിട്ട് എൻ്റെ കാലയിൽ നോക്കിയപ്പോൾ അതുവരെ ഞാൻ ചൊറിഞ്ഞ് പൊട്ടിയിരുന്ന ആ ഒരു മുറിവുകളോ ഒരു പാടുകളോ ഒന്നുമില്ലാതെ എൻ്റെ 2 കാലും ഈശോ പൂർണ്ണമായ സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിന് ഞാൻ അന്നേരം ഒത്തിരി നന്ദി പറഞ്ഞു. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ഈശോയോട് നമ്മൾ എത്രമാത്രം സ്നേഹത്തോടു കൂടി ചോദിക്കുന്നു, ഈശോ നമുക്ക് വേണ്ടതായത് എല്ലാം തരുമെന്ന ആ ഒരു ഉറച്ച ബോധ്യമാണ് ഈശോ എനിക്ക് നൽകിയത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എഴുന്നേറ്റുന്നേ ഇത് കിട്ടണം. എഴുന്നേറ്റൊക്കെ സിസ്റ്ററിന് ഈശോയുടെ നാമത്തിൽ നല്ലൊരു കയ്യടി കൊടുത്തേ. ഈശോയ്ക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന കാര്യം പറയുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന സിസ്റ്ററിൻ്റെ കാല് രണ്ടും ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് അങ്ങനെ പറയുക വ്രണം പോലെയായിരുന്നു. കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് നിൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈശോ തരും. ആഗ്രഹമുണ്ടോ? പരമാർത്ഥമായിരിക്കണം നിൻ്റെ മനസ്സ്. കുശുമ്പും കുനുഷ്ടും വിദ്വേഷവും കുറ്റം പറച്ചിലും അസൂയയും ഈ സാധനമൊന്നും ഉണ്ടായി കഴിഞ്ഞാൽ കിട്ടില്ല.